ഞാൻ നിന്നെ അടിക്കും. ഏത് കള്ളനും കൊലപാതകിക്കും നരബലി നടത്തുന്ന ഷാഫിക്കും ഒരു ഹൈന്ദവ ആചാര്യന്റെ വേഷം കെട്ടാം, ഒരു ഹിന്ദു ഫാമിലിയെ പറ്റിക്കാന്ന് പറഞ്ഞാൽ എവിടെ പോയി മണ്ടന്മാരാക്കല്ലേ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ? കല്യാണം നടക്കാതെ കുറേ നാളായ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ആളെ താലി കെട്ടി അയാളുമായിട്ട് ഒരു ദിവസം താമസിച്ചിട്ട് പിന്നീട് മാറിക്കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ നോക്കിക്കൊണ്ടിരുന്ന ആൾ തന്നെ പലരുടെയും ജാതകം നോക്കിയിട്ട് പറ്റത്തില്ല എൻ്റെയാണ് ചേരുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്ത നരബലി ശരിയല്ലെന്ന് പറഞ്ഞതിനാണ് ആദ്യം എനിക്കെതിരെ ട്രോൾ വന്നത്. ശരിക്കും എനിക്കടക്കം പിണറായി വിജയനോട് ദേഷ്യം തോന്നിയതാണ് ശബരിമല വിഷയം. ഞാൻ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരാളാണ്. കൂടാത്രം ചെയ്ത് അങ്ങനെ ഇറക്കിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കാൻ സോഴ്സ് ഉള്ള ജ്യോത്സ്യന്മാരിൽ ഒരാൾ ഞാൻ. ഉറപ്പായിട്ടുണ്ടാവുമല്ലോ, ശത്രുക്കളുണ്ടല്ലോ. എന്താ പുറത്തുവിടാൻ പറ്റാറ്? ഒന്ന് ചിന്തിക്കണ്ടേ, ഇനി 5 പേർ മരിക്കുമെന്നിരിക്കട്ടെ, ഒരു മന്ത്രവാദി കൊണ്ട് പൈസ കൊടുത്താൽ ഈ മരണത്തെ തടുക്കാൻ പറ്റും? ഒരിക്കലുമില്ല. മനസാ കർമ്മണാ വാച സർവഭൂതേഷു സർവദാ അക്ലേശ ജനനം പ്രോക്ത അഹിംസാത്വേന യോഗിബി. എൻ്റെ വീട്ടിൽ ചെയ്യും, ഞാൻ പിള്ളേരെ കൊണ്ട് ചെയ്യും. അത് ചെയ്യും, അതാണ് പരിഹാരം. ഹരിച്ചേട്ടൻ നമ്മളിപ്പോ സംസാരിച്ച സമയത്ത് ഹരിച്ചേട്ടൻ പറഞ്ഞു ഈ പൂജകൾ മന്ത്രവാദം അതിലൊന്നും കാര്യമില്ലെന്ന് പറയുന്നു. പക്ഷെ എന്തിനായിരിക്കും പിന്നെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഈ പൂജകളെ കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? അതിന്റെയൊക്കെ പിന്നിൽ എന്താണ്? അപ്പൊ പലരും എന്നോട് വിമർശന ബുദ്ധിയെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹോമങ്ങൾ, പൂജകൾ എന്നൊക്കെ പറയുമ്പോൾ ഗണപതി ഹോമം ഒരു വീട്ടിൽ നടത്തുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. അത് വീട്ടിൽ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ നിങ്ങൾക്കൊരു വലിയ അതുകൊണ്ടൊരു ഗുണമില്ലെങ്കിൽ അതെന്തിനാ വീട്ടിൽ നടത്തുന്നത്? അല്ല, അതിൽ ഗുണം, അതിന് ഈ എന്താ പറയാ, അതിനെപ്പറ്റിയുള്ള ഗുണങ്ങളൊക്കെ അല്ലാതെ പറയുന്നുണ്ട്. നമ്മളൊരു വീട് പുതുതായിട്ട് വെച്ചിട്ട് അവിടെ ഇത് ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിനോ പ്രകൃതിക്കോ ദോഷമുള്ള സാധനങ്ങളല്ല. അപ്പോൾ ആ വീട് ഒരെണ്ണം പുതിയത് വെക്കുമ്പോൾ അതിനകത്ത് നമ്മളൊരു എന്താ പറയുക, നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു പോസിറ്റീവ് ഇതുണ്ടാക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ്. അല്ലാതെ പല പൂജ, ഇപ്പം അമ്പലങ്ങളിൽ പൂജകൾ നടക്കുന്നുണ്ടല്ലോ. ഞാൻ എതിർക്കുന്നത്, ഒരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞ് മരിക്കാൻ പോകുന്നു, ഞാനൊരു ഹോമം നടത്തി മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ ഈ മരണത്തെ തടയാൻ ഹോമത്തിന് പറ്റൂ? അങ്ങനെ നീ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും മരിക്കാതിരിക്കണ്ടേ? അകാല മരണങ്ങൾ തടയപ്പെടാൻ ജ്യോതിഷത്തിന് കഴിയൂ? നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ട്, നിങ്ങൾ ഒരാൾക്ക് 1 കോടി രൂപ കൊടുക്കാനുണ്ട്, അതിനെന്താ പരിഹാരം? പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹോമം ചെയ്ത് പൈസ ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ജ്യോത്സ്യന്മാർ പരസ്യം ചെയ്യുന്നത്? എന്തിനാണ്? ഇപ്പം നിങ്ങളോട് തന്നെ എത്ര പേര് അപ്രോച്ച് ചെയ്യും, ഞങ്ങൾ കുറച്ച് പൈസ തരാം, ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട്. എന്തിനാണ്? അങ്ങനെ അവർക്ക് അങ്ങ് ഹോമം ചെയ്ത് പൈസ ഉണ്ടാക്കിയ പോലെ. താങ്കൾ ചോദിച്ച ചോദ്യം ഗ്രന്ഥങ്ങളിലെ കാര്യമാണ്. ശരിയാണ്, ഗ്രന്ഥങ്ങളിലുണ്ട്. ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഹോമം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അവസാനം ഒരു പദ്യം കൂടെ ഉണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കണം. ഹൃദയധ്യായതും വിഷ്ണു ത്രേതായാമചതോ മഹേ ദ്വാപരേ പരിചര്യായാം കലൗ തത് ഹരി കീർത്തനാൽ. അതായത് യജ്ഞവും ഹോമവും ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമാണ്. കലൗ തത് ഹരി കീർത്തനാൽ, കലിയുഗത്തിൽ നാമജപമാണ് പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ യുഗത്തിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എത്ര വീടുകളിൽ, എത്ര ഹൈന്ദവ വീടുകളിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ചൊല്ലാറുണ്ട്? എൻ്റെ വീട്ടിൽ ചൊല്ലാറുണ്ട്, എൻ്റെ വീട്ടിലും ചൊല്ലാറുണ്ട്. അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ വീട്ടിൽ ചൊല്ലാറുണ്ട്. എന്നെ ഒരാൾ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് വിമർശിച്ച് തെറിയൊക്കെ വിളിച്ചു. എനിക്ക് തെറി, അച്ഛനെ പറയുന്നത് ഭയങ്കര ദേഷ്യം. അച്ഛൻ പറഞ്ഞ ഒരാളുടെ വീട് തപ്പി പിടിച്ച് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം പുള്ളിയില്ല, പുള്ളി പുറത്തു പോയി. അമ്മയൊക്കെ കണ്ടപ്പോഴത്തേക്ക് വലിയ കാര്യമായിട്ടൊക്കെ വിളിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞ് ഇയാൾ വന്നപ്പം ഞാൻ ആ പൂജാമുറി കയറി നോക്കുമ്പോൾ ആ പൂജാമുറിയിൽ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ് ഭഗവത്ഗീതയിലെ മഹത് വചനം, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഭഗവത്ഗീതയിൽ അങ്ങനെ ഇല്ല. ഈ ആശാൻ ഇത് ഭഗവത്ഗീതയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രെയിം ചെയ്ത് പൂജാമുറിയിൽ വെച്ചിട്ടുള്ളവനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് ഹൈന്ദവ വിരുദ്ധമെന്ന് പറഞ്ഞ് എന്നെ വിമർശിക്കുന്നത്. എൻ്റെ അച്ഛനെ വിളിച്ചത്. എത്ര വീടുകളിൽ ചെയ്യുന്നുണ്ട്? ആർക്ക് മനസ്സിൽ തൊട്ട് പറയാം എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന്? ഞാൻ മനസ്സിൽ തൊട്ട് പറയാം, എൻ്റെ വീട്ടിൽ ചെയ്യും, ഞാൻ പിള്ളേരെ കൊണ്ട് ചെയ്യും. അത് ചെയ്യണ്ടേ? അതാണ് പരിഹാരം. മന്ത്രജപമാണ്. നിങ്ങൾക്ക് ലക്ഷ്മി സഹസ്രനാമം ചൊല്ലാം, നിങ്ങൾക്ക് ഗായത്രി മന്ത്രം ചൊല്ലാം, വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. എത്ര പ്രാർത്ഥനകളുണ്ട് നമ്മുടെ വീടുകളിൽ. പണ്ട് എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങളെ കൊണ്ട് പണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും നാമം ജപിപ്പിക്കുമായിരുന്നു. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര രസകരമായ രീതിയിൽ. അതിനകത്ത് ഈ ജാതി ഒന്നുമില്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പോലും എഴുതപ്പെട്ടിട്ടുള്ള ആ പ്രാർത്ഥനകളൊക്കെ എത്രയോ ഞാൻ നല്ല ഈണത്തിൽ അത് ചൊല്ലും. മനസ്സിലായി? ഇത് എത്ര പേർക്കറിയാം?
എത്ര വീടുകളിൽ ചൊല്ലുന്നുണ്ട്? നാമജപമാണ് കലിയുഗത്തിൽ ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഹോമമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അതേ നിങ്ങൾ വിശ്വസിക്കുക. അതേ ഗ്രന്ഥത്തിൽ പറയുന്നു കലിയുഗത്തിൽ ഇതൊന്നുമല്ല, നാമജപം മാത്രമാണ്, നിങ്ങൾ നാമം ചൊല്ലുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജ്യോത്സ്യന്മാരൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കാത്തത്? പൈസ കിട്ടും. നാമം ചൊല്ലിയ പൈസ കിട്ടില്ല. കിട്ടുമോ? ഞാൻ ചോദിക്കുന്നത് കിട്ടുമോ? ഇപ്പം ഞാൻ വരുമ്പോൾ എന്നോട് രോഹിത് ചോദിച്ചു, നിങ്ങൾക്കൊരു ഡ്രൈവറെ വെച്ചോളൂ. രോഹിത് അറിയാം, പണ്ട് മുതൽ ഞാൻ ഒരേ കാറില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കാൻ സോഴ്സ് ഉള്ള ജ്യോത്സ്യന്മാരിൽ ഒരാൾ ഞാനാണ്. അത്രയേറെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഫ്ലോറിൽ വന്ന്, നിങ്ങളുടെ നല്ല എല്ലാ ചാനൽ ഫ്ലോറിലും വന്ന് ഇത്ര ധൈര്യത്തോടെ എനിക്കിത് പറയാൻ പറ്റുന്നത്? ഒരാളെ പോലും പറ്റിക്കാൻ പറഞ്ഞ് പേടിപ്പിച്ച് പൈസ മേടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇല്ല, എനിക്ക് പറയാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഒരു തവണ ഞാൻ പറയും. എന്നെ വിമർശിക്കുന്ന എത്ര പേര് എൻ്റെ അടുത്ത് ഫോൺ ഓൺ ചെയ്ത് റെക്കോർഡിലിട്ട് വന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം? ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ശത്രുക്കളുണ്ടല്ലോ. എന്താ പുറത്തു വിടാൻ പറ്റാതെ? ഇവിടെ എന്ത് പറയുന്നു അതേ രഹസ്യമായും പറയും. പണ്ടൊരു ഗ്രൂപ്പിൽ ചർച്ച നടന്നത് എൻ്റെ വീട്ടിൽ ഹോമ കുണ്ടമൊക്കെ ഉണ്ടെന്ന്. എന്നാ വന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തൂടെ? അല്ലെങ്കിൽ ഞാൻ പറയും, എൻ്റെ നാട്ടുകാർ പറയത്തില്ലേ? പിന്നെ ഫിനാൻഷ്യലി ഹരിച്ചേട്ടൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഹരിച്ചേട്ടന് മെച്ചം. ഈ ചോദ്യം ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല കുഞ്ഞ്. എനിക്ക് ബെറ്റർ അതാണ്. അത് വേണ്ടാന്ന് വെച്ച് ഈ ഒരു സമാജം നല്ലതുപോലെ പോകണമെന്നും എൻ്റെ കുലത്തൊഴിലിനെ അനാവശ്യമായി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കരുത് എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എനിക്ക് മറ്റതാണ് കുറച്ചുകൂടെ ലാഭം. എനിക്ക് ഇപ്പം ഞാൻ തിരിഞ്ഞാലും എനിക്കതാ ലാഭം. തീർച്ചയായിട്ടും. ഹരിച്ചേട്ടൻ പുറത്ത് ഇത് കാണിച്ചു, ഉള്ളിൽ അത് കാണിച്ചാലും ഹരിച്ചേട്ടൻ എനിക്ക് ലാഭമാണ്. പക്ഷെ ചെയ്തില്ല, ചെയ്യരുത്. കാരണം അതെന്താ അറിയോ? അതാണ് നേരത്തെ ആദ്യം നമ്മൾ തുടങ്ങിയത്. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്. അപ്പം അച്ഛൻ മേളിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ആ തെറ്റ് ചെയ്താൽ അതെൻ്റെ അച്ഛൻ കാണും, അച്ഛനെ വിഷമാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നത് എനിക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് ആത്മാവ് ഉണ്ട് എന്ന് തന്നെ അങ്ങനെ വിശ്വസിച്ചോട്ടെ. ഹരിച്ചേട്ടാ, ഈ അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ഈ ഒരു പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത്? അതെ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഹോമവും പൂജയും മന്ത്രവാദനും ഞാൻ പോയിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കത്തുമില്ല. കൂടുപാത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് ഞാൻ എതിരാണ്. കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ല, അങ്ങനെയാണ്. എന്നെ എന്തുകൊണ്ട് കൂടുപാത്രം ചെയ്യാൻ പറ്റുന്നില്ല? ഒരുപാട് വെല്ലുവിളിച്ചതാണ്. എനിക്ക് ശത്രുക്കൾ ദുർമന്ത്രവാദികളാണ്. എന്താണ് എന്നെ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്നുള്ളതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഫാമിലി ലൈഫിലും എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്കങ്ങനെ വലിയ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വിഷമം അച്ഛൻ മരിച്ചു. പ്രായം 85 വയസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം എനിക്കില്ല. എന്തേ കൂടാത്രം ചെയ്ത് എന്നെ നശിപ്പിക്കാൻ പറ്റാതെ? ഈ ദൃഷ്ടിയിലും പ്രാക്കിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. പ്രാക്ക് ദോഷമുണ്ട്, ദൃഷ്ടിദോഷമുണ്ട്. പക്ഷേ അത് നടക്കണമെങ്കിൽ ആ പ്രാഗപ്പെടുന്ന ആൾ എന്നെയാണ് പ്രാകുന്നത്, ഞാനത് വിശ്വസിക്കുകയും കൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ എങ്ങനെ വലിക്കുന്നത്? യൂസഫ് അലി ലുളുമാൾ തുടങ്ങിയപ്പം ഇമ്മാനുവൽസിൽ എത്ര കടകൾ ഇവിടെ പൂട്ടി. നമ്മൾ അവർക്ക് കുത്തിയിരുന്ന് അങ്ങനെ അങ്ങ് പ്രാഗിയെ പോയി. അങ്ങനെ പ്രാഗിയെ പോയി. വിശ്വസിച്ച പ്രശ്നമാണ്. നാളെ മുതൽ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും ഇതാന്ന് വിചാരിക്കും. റിപ്പീറ്റഡ് സജഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മോളുടെ കയ്യിൽ നീരുണ്ടെന്ന് പറയണമെന്ന് ഞങ്ങൾ 3-4 പേര് പ്ലാൻ ചെയ്തു എന്ന് വെക്കാം. രാവിലെ വരുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്താ നിന്റെ കൈക്കൊരു നീര്? അപ്പോൾ ഒരു സംശയം, ഇല്ലടാ പോടാ, നിന്റെ കണ്ണിന് എന്തോ പ്രശ്നമാണ്. മറ്റേ ആൾ വന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, എന്താ കയ്യിലൊരു നീര്? അപ്പോൾ ഒരു സംശയമാണ്. എന്താ ആളുകളും പറഞ്ഞ് ഇപ്പം ഞാൻ ചോദിക്കുന്നു, മോളെ കൈക്ക് നല്ല നീരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീരായി. റിപ്പീറ്റഡ് സജഷൻ. ഒരു പ്രാക്കിനെ പറ്റി ഒരാൾ ഈ കുഞ്ഞുങ്ങളെ പ്രാകരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നീ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കല്ലേ? ഞാൻ എവിടെയോ വായിച്ചതാണ്. വളരെ മനസ്സിലാക്കേണ്ട. നമ്മളുടെ ആചാരത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ അഹിംസ എന്ന വാക്കുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ കൊല്ലാതിരിക്കൽ എന്ന മാത്രമല്ല, മനസാ കർമ്മണ വാച സർവഭൂതേഷു സർവദാ അക്ലേശ ജനനം പ്രോക്ത അഹിംസാത്വേന യോഗിബി എന്നാണ്. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊന്നിനെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസ. കൊല്ലാതിരിക്കലല്ല. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ മോള് പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മോള് പറയും, ദൈവമേ, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. മനസ്സുകൊണ്ട് ദ്രോഹിച്ചെങ്കിൽ എന്താ പ്രശ്നം? മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. മനസ്സിലല്ലേ? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. എന്താ പ്രശ്നം എന്നറിയാവും? ഞാൻ വായിച്ചറിഞ്ഞതാണ്. നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ, നമ്മളൊരാളെ കൊല്ലണം എന്ന് ചിന്തിച്ചാൽ, ആ കൊല്ലുന്ന സമയത്ത് എന്താണോ രാസമാറ്റം ബ്രെയിനിൽ ഉണ്ടാവുന്നത് അത് അങ്ങനെ അഗാധമായി ചിന്തിക്കുന്ന സമയത്തും ഉണ്ടാവും. അത്രയും. ഞാൻ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞാൽ
നിങ്ങൾ ആ ഫീലിലാണ് കേൾക്കുന്നതെങ്കിൽ അടി കൊള്ളുന്ന സമയത്ത് എന്തൊക്കെ രാസമാറ്റങ്ങളാണോ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് അത് അപ്പോഴും ഉണ്ടാകുമെന്നാണ് ഞാൻ വായിച്ചതാണ്. എന്ന് പറയുമ്പോൾ നീ നശിച്ചു പോവും, നീ ഒന്നും ആവത്തില്ല, നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് ഫീലിലാണ് കേൾക്കുന്നതെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന രാസമാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്തുണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. വിശ്വസിക്കുന്ന ആളുടെ അടുത്ത് ഈ പ്രാക്ക് നടക്കൂ, വിശ്വസിക്കുന്ന ആളുടെ അടുത്ത് ഈ കണ്ണുദോഷം നടക്കും, വിശ്വസിക്കാത്ത എന്ത് പ്രാക്ക്. അങ്ങനെ ചില രാഷ്ട്രീയ നേതാക്കളോട് നമുക്ക് എന്തുമാത്രം വിരോധം തോന്നിയിട്ടുണ്ട്. അവരെ അങ്ങ് പ്രാഗി നിലത്തിറക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. പറ്റിയിട്ടുണ്ടോ? എനിക്ക് തന്നെ വിരോധം തോന്നിയിട്ടുള്ള നേതാക്കളുണ്ട്, വളരെ വലിയ വിരോധം. പക്ഷെ നമുക്ക് നടന്നില്ലല്ലോ, പ്രാഗിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വിശ്വസിക്കുന്നവരിലെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങള്, ചെറിയ കുഞ്ഞുങ്ങളെ ഭയങ്കര ഭംഗിയാണ് അവരെ കാണാൻ. അപ്പൊ അവരെ കണ്ണേറ് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ബ്യൂട്ടി എക്സ്പെർട്ട് ഒക്കെ കൊടുത്ത് കിടത്താറുണ്ട്. കുഞ്ഞിനല്ലല്ലോ, നമ്മുടെ വിശ്വാസമല്ലേ. അപ്പൊ ഓക്കെ, ഇപ്പൊ ആ കുഞ്ഞിനോടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ അതിൽ വിശ്വസിക്കുകയാണെങ്കിലും അത് ഏൽക്കുമെന്നുണ്ടോ? അറിയില്ല. കുഞ്ഞ് പറഞ്ഞിട്ടല്ലല്ലോ തൊടുന്നത്, അല്ല, കുഞ്ഞിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ലേ. അതെന്താ വെച്ചാൽ ഇപ്പം വീട് വലിയ കോടികളുടെ വീട് വെച്ചിട്ടൊരു കുമ്പളങ്ങ തൂക്കിയിട്ടാൽ എന്താ സംഭവിക്കുന്നത്? അത്രേ ഉള്ളൂ. ഇതൊരു മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു വിശ്വാസമല്ല, വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇത് ശരിയാണെന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നിടത്താണ് പ്രശ്നം. പ്രാഗിയാൽ ഞാൻ നശിക്കുമെന്ന് ചിന്തിച്ചാൽ ഒരു എക്സാമിന് നല്ലതുപോലെ പഠിക്കുന്ന മിടുക്കിയായ ഒരു കുട്ടിയെ ആ എക്സാമിന് തോൽപ്പിക്കാൻ പറ്റും. എന്നെ പ്രാഗിയെ പോലെ നീ തോറ്റോടി എന്ന് പറഞ്ഞാൽ അതിന് എക്സാം എഴുതാൻ കഴിയില്ല. അവിടെയാണ് അതിന്റെ അപകടം. നമുക്കൊരു അസുഖം വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അസുഖം വരും, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ആക്ച്വലി മെന്റൽ ഗെയിമിന്റെ ഭാഗമായിട്ട് വരുന്നു. ഞാൻ പറയുന്നത് പലരും എതിർത്തിട്ടുള്ളൊരു കാര്യം, ഭാരതത്തിൻ്റെ സൈക്കോളജിയാണ് ആസ്ട്രോളജി. കൃത്യമായിട്ട് മനുഷ്യ മനസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ മുമ്പ് പറഞ്ഞാണ് ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ട് ആരും പഠിക്കുന്നതേ. പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയിൽ ആരാ പഠിക്കാൻ പോകുന്നത്? വെറുതെ എന്തെങ്കിലും പഠിച്ചിരുന്ന അപ്പോഴേ കാശാ. ഇപ്പൊ ജ്യോത്സ്യന്മാരുടെ എണ്ണമൊക്കെ കൂടും, ആസ്ട്രോടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ആപ്പുകൾ വരെ ഇറങ്ങി. എന്നെ പലരും വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് ഇരുന്ന് കൊടുക്കണം. ചില ഓൺലൈൻ മാധ്യമങ്ങൾ പോലും എന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് അവർ ബുക്കിംഗ് അവരിലൂടെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 5-6 റീലുണ്ട്, 6ാമത്തെ റീലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഒരുപാട് ഗുരുജിമാരെയൊക്കെ ഫോട്ടോ വെച്ചിട്ട്. യൂട്യൂബിൽ നോക്കി പെട്ടെന്ന് സമ്പന്നരാകാൻ പറ്റിയ വഴി. ഇവരൊക്കെ സമ്പന്നരാണോ എന്നുള്ളതാണ് അവർക്കങ്ങായാൽ പോരെ. എൻ്റെ ഒരു സുഹൃത്ത്, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടു, ഒരുപാട് ജനോപകാരപ്രദമായ വീഡിയോസ് ഇട്ടു. ഒരു മനുഷ്യനെ കണ്ടില്ല. 130 പേര്, 240 പേര്. അവസാനം പുള്ളി ഒരു വീഡിയോ ഇട്ടു, പെട്ടെന്ന് സമ്പന്നനാകാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം. 10 തുളസിയില എടുക്കുക, അതിലോട്ടൊരു നാണയം വെക്കുക, അതിനെ കൂവളത്തിൽ വെച്ച് പൊതിയുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ ഉണ്ടാക്കിയൊരു സാധനം 1.4 മില്യൺ ആളുകളാണ് കണ്ടത്. 1.4 മില്യൺ. ഹൈന്ദവ വിശ്വാസത്തെയാണ്. ഒരു അറിയപ്പെടുന്ന ന്യൂസ് ചാനൽ കേരളത്തിലെ നാട്ടിലെ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുത്താണ്, നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇതാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഫലം. അത് എവിടുന്ന്? അതെങ്ങനെ സാധിക്കും? എവിടുന്നാണ്? അതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ പറയാൻ കഴിയുന്ന നിലയിലേക്ക് ഈ ആചാരത്തെ മാറ്റിയത് ആരാണ്? ഹരിപത്രാവരല്ല, ഞാനല്ല. എന്തിനാണ് അങ്ങനെ മാറ്റുന്നത്? ആർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഫേസ് കാണിക്കാതെ എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്നവരായി ഹൈന്ദവ വിശ്വാസികൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇതര മതസ്ഥനായ ഒരാൾ, അയാൾക്കൊരിക്കലും ഒരു ഉസ്താദിൻ്റെ വേഷം കെട്ടി ഇസ്ലാം മത വിശ്വാസിയെ കബളിപ്പിക്കാൻ പറ്റില്ല. അവരുടെ വീട്ടിൽ ചെന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ യാസിൻ ഓതാന്ന് പറയുമ്പോൾ യാസിൻ ബൽ ഖുർആനിലക്കിം ഇന്ന കലമിനൽ മുർസലീൻ എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ പദ്യം. അത് ചൊല്ലുമ്പോൾ അത് കേൾക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും ഇവൻ കള്ളനാണ്. കാരണം അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാം. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്ന് പള്ളിയിലച്ഛനാണെന്ന് വേഷം കെട്ടിയ ഒരുത്തിന് അവരെ പറ്റിക്കാൻ പറ്റില്ല. സങ്കീർത്തനം ചൊല്ലുമ്പോൾ 91-ാം സങ്കീർത്തനം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുകയും സർവ്വശക്തന്റെ തണലിൽ കഴിയുകയും ചെയ്യുന്നവൻ കർത്താവിനോടെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ സ്ലാങ് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവനിത് അറിയില്ലെന്ന്. ഏത് കള്ളനും കൊലപാതകിക്കും നരബലി നടത്തുന്ന ഷാഫിക്കും ഒരു ഹൈന്ദവ ആചാര്യൻ്റെ വേഷം കെട്ടാം. ഒരു ഹിന്ദു ഫാമിലിയെ പറ്റിക്കാന്ന് പറഞ്ഞാൽ എവിടത്തേക്ക് പോയി എന്നുണ്ടോ നിങ്ങളൊന്ന് ചിന്തിക്കാതെ? നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ചോദിക്കുന്നവരോട് ഒന്ന് ചോദിക്കണം, നിങ്ങളിത് എവിടെ കൊണ്ട് എത്തിക്കുകയാണ് ഇതിനെ? ഒരുപാട് വിശ്വാസികളാണെന്ന് പറയുമ്പോൾ അവരെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കും. അത് ഞാൻ പറയുമ്പോൾ ഞാൻ വിത്ത് പ്രൂഫാണ് പറയുന്നത്. യൂട്യൂബിൽ കയറി നോക്കുന്നത് മണ്ടന്മാരാക്കല്ലേ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ? വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വിശ്വാസി അതിലും ഇഞ്ചാവുണ്ട് ഇതിലും ഇഞ്ചാവുണ്ട്, അപ്പോൾ ഓക്കെ.
അങ്ങനെയാണോ? അങ്ങനെയില്ല. ഒരു ഗ്രന്ഥത്തിലുള്ള വസുവഞ്ചകത്തിൽ മരിച്ച 5 പേര് മരിക്കുമെന്ന് ഞാൻ വീട്ടിൽ കേട്ടിട്ടുണ്ട്, വീട്ടുകാരൊക്കെ പറഞ്ഞു. പരിഹാരം ചെയ്യും. അന്ന് ചിന്തിക്കണ്ടേ ഇനി 5 പേർ മരിക്കുമെന്നിരിക്കട്ടെ, ഒരു മന്ത്രവാദിക്ക് കൊണ്ട് പൈസ കൊടുത്താൽ ഈ മരണത്തെ തടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇവർ പറയുന്നത് എങ്ങനെ ഫലിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ കുടുംബം, എൻ്റെ കുടുംബം, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും കൂടെ എടുത്താൽ ഒരു വാർഡിലെ ആൾ കാണും. തീർച്ചയായിട്ടും. ഒരു വാർഡിൽ ഒരു വർഷം എത്ര മരണം നടക്കും? ഒരു വാർഡിൽ ഒരു വർഷം എത്ര പേർക്ക് അപകടം ഉണ്ടാവും? ഒരു വാർഡിൽ ഒരു വർഷം എത്ര പേർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും, അസുഖങ്ങൾ ഉണ്ടാവും? അതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അങ്ങ് റിലേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മളാ ചെയ്യുന്നത്. തരുന്ന സജഷനെ നമ്മൾ റിലേറ്റ് ചെയ്യും. ഒരാൾ ഒരു പെൺകുട്ടിക്ക് വലിയ മന്ത്രവാദം ചെയ്ത് എന്തോ കാര്യം സാധിച്ചു കൊടുക്കാം, വിദേശത്തെങ്ങാണ്ട് പോകാനുള്ളതാണ്, എന്നിട്ട് സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്തിട്ട് ഒരു മന്ത്രം എഴുതി കൊടുത്തു. എന്നിട്ട് കുട്ടിയെടുത്ത് പറഞ്ഞു ഇത് നടക്കും, പക്ഷേ ഈ മന്ത്രം ചൊല്ലുമ്പോൾ മഞ്ഞ കളർ ഓർക്കാൻ പാടില്ല, മഞ്ഞ കളർ ഓർക്കാൻ പാടില്ല. കൃത്യമായിട്ട് ആ മന്ത്രം എടുക്കുമ്പോൾ എന്ത് ഓർക്കുന്നത്? മഞ്ഞ കളർ ഓർക്കരുത്. ആ കുട്ടി എന്താ ചിന്തിക്കുക? ടീമി എന്തൊരു മനസ്സാണ് എൻ്റെ, എന്തൊരു പണ്ടാരാണ് എൻ്റെ മനസ്സ്. കാരണം ഓട്ടോമാറ്റിക്കലി അതല്ലേ ഓർക്കുള്ളൂ. പ്രത്യേകിച്ച് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എന്തായാലും ഓർമ്മ വരില്ല. ആള് സേഫായി ചെയ്തവൻ. കാരണം ഈ കുട്ടി ഇതിന്റെ കുറ്റമാണെന്ന് ചിന്തിക്കും. ഹൈന്ദവ വിശ്വാസികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ ഈ കബളിപ്പിക്കലുകാർ. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പല ഹൈന്ദവ വിശ്വാസികളും തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങൾ അതിനെ ദൈവകോപം ഉണ്ടാവും, മിണ്ടാതിരിക്കും, പേടിപ്പിക്കുന്ന. ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലും എന്നോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ച് അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ നിന്നെ ഈ ജോലിക്ക് വിട്ടത് കൊണ്ട് നീ ഇതിനെ ചോദ്യം ചെയ്യുന്നു, നീ മിണ്ടാതിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് ഇത് എവിടെ, അതാണ് ഇവിടെ പ്രശ്നം. എവിടെ അറിയാം ഇതിനകത്ത് ഒരു പ്രശ്നം ഞാൻ പറയാം. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്, എന്നെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ട പ്രശ്നമുണ്ട്. അമ്മ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40-50 വയസ്സുള്ള അല്ലെങ്കിൽ 45 വയസ്സുള്ളവരുടെ തലമുറ അവിടെ കൊണ്ട് ഇതങ്ങ് തീരും. പിന്നെ വരുന്ന കുട്ടികളെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവർ ഹിന്ദു വിശ്വാസികളല്ലാതായി മാറിപ്പോകും. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പറച്ചിലുകൾ ഇന്നത്തെ വിശ്വാസികൾക്ക് വേണ്ടിയല്ല. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ നാളെ വളർന്നു വരുമ്പോഴും അവർ ഈ വിശ്വാസികളായി തുടരണം എന്നുള്ളതിനാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പോയിന്റ് ഹരിച്ചേട്ടൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളാണ് തസ്മൈ ഗുരുജി എന്ന് പറയുന്നത്. ഹരിച്ചേട്ടൻ കണ്ടിട്ടുണ്ടെന്ന് ഗുരുജിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുരുജിയുടെ ശിഷ്യന്മാരുടെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരുപാട് ശിഷ്യന്മാരുള്ള ഒരു ഗുരുജിയാണ്. ഗുരുജി പറയുന്നത് ആത്മീയതയാണ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ, SMS മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ രീതിയെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം ഈ സംസാരിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് സംസാരിക്കും. അതിൽ കുഞ്ഞുങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ പ്രവചിച്ചിരുന്നു മുല്ലപ്പെരിയാർ ഓണത്തിന് മുൻപ് പൊട്ടും. ഇപ്പോഴും നമ്മുടെ കമന്റിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നു ഓണത്തിന് ശേഷം നിങ്ങൾ ഇവിടെ ഒക്കെ കാണണം എന്ന് ഇപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിൽ, എനിക്ക് പേഴ്സണലി ഞാൻ പറയണം, ഗുരുജീനെ ഒഫൻഡ് ചെയ്യല്ലേ ഞാൻ, പക്ഷെ പേഴ്സണലി എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം അവർ അന്ധമായ ഒരു കാഴ്ചപ്പാടിലാണുള്ളത്. അവര് എന്നോട് പറയുന്നത് ചേച്ചി ശവം കഴിക്കുകയാണ്, ചേച്ചി ചിക്കൻ കഴിക്കണം, ചേച്ചി ശവം കഴിക്കാം. ഓക്കെ, അവര് കഴിക്കുന്നില്ല, പക്ഷെ അവര് ആ കഴിക്കുന്നവരെ മൊത്തം അവരൊരു ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. മക്കളെ നിങ്ങൾക്ക് പുറത്തു പോയി കളിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സോഷ്യൽ ലൈഫ്, ഞാൻ ഗുരുജിയോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ ഒരു സോഷ്യൽ ലൈഫേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ മാറിപ്പോകുന്നു. അല്ല, ഞാനൊരു കാര്യം പറയാം, ഇതിൽ മറ്റൊരു വശം പറയാം. ഈ മെഡിറ്റേഷൻ നല്ലൊരു കാര്യം തന്നെയാണ്, അദ്ദേഹം ചെയ്യുന്നതിൽ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ പറയാം, നമ്മൾ ചില കാര്യങ്ങൾ മാറ്റി വെക്കണം. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്, നോൺ വെജ് കഴിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. അതിന് ചില ചർച്ചകളിലും മറ്റും എന്നെ പലരും വിമർശിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ള ആളുമാണ്. ഞാൻ നോൺ വെജ് കഴിച്ചതുകൊണ്ട് ഞാൻ പഠിച്ച അറിവുകൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭക്ഷണത്തിലല്ല. ആദ്യമായി എനിക്ക് തോന്നുന്നു ജ്യോത്സ്യന്മാർ പൂക്കൽ ഷർട്ട് ഇടുന്നത് ഞാനാണ്. ആദ്യമായി 10 കുറിയിടാതെ പ്രസൻ്റായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതും ഞാൻ തന്നെയാണ്. ആ ഭയങ്കര മറ്റേ ഷർട്ട് ഇടാതെയും മറ്റേ ഇതിടാതെയും പ്രത്യക്ഷപ്പെട്ടത് ഞാൻ പ്രവർത്തനങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ പുറത്ത് കാണിക്കുന്ന ഇതിലല്ല വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് വിശപ്പടക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ റീസൈക്കിൾ തന്നെ അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. സസ്യങ്ങൾക്ക് ജീവനില്ലേ? തീർച്ചയായും അതും ശവമല്ലേ? അങ്ങനെ കഴിക്കുന്നെങ്കിൽ അതും ശവത്തെയല്ലേ നമ്മൾ കഴിക്കുന്നത്, അല്ലേ? ഇത് പ്രശ്നം എവിടെ എന്ന് വെച്ചാൽ ഇങ്ങനൊക്കെ വിശ്വസിപ്പിക്കുമ്പോൾ നാളെ ഈ മാംസം കഴിക്കുന്നവരെല്ലാം ഇതിൽ നിന്ന് മാറിപ്പോവാണെങ്കിൽ എങ്ങനെയാണ് ഈ സംസ്കാരം നിലനിൽക്കുന്നത്? മെഡിറ്റേഷൻ നല്ലതാണ്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്. അദ്ദേഹം ചെയ്യുന്ന ആ കാര്യങ്ങളിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്താൽ നല്ല സാധനം തന്നെയാണത്. ഒരുപാട് പേർ കുഞ്ഞുങ്ങളിലേക്ക് ഒരു അന്ധത എത്തുന്നു. അവര് പറയുന്നത് അവര് ദൈവങ്ങളെ കാണുന്നു എന്നാണ്. എന്നുവെച്ചാൽ ശ്രീകൃഷ്ണനൊപ്പമാണ് ഈ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുന്ന കുട്ടി
മുല്ലപ്പെരിയാർ കാണാൻ പോയത് ശ്രീകൃഷ്ണനൊപ്പമാണെന്നാണ് ആ കുട്ടി പറയുന്നത്. മറ്റൊരു കുട്ടിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത് ആ കുട്ടി ഗണപതിയുടെ കൂടെ ഭക്ഷണം കഴിച്ചു, പാർവതി ദേവി വളമ്പി കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അവർ ക്രിക്കറ്റ് കളിച്ചു. ഇതിലെവിടെ പ്രശ്നം എന്നറിയാമോ? ഇതിലെ പ്രശ്നം, ഇതിൽ ട്രോൾ ചെയ്യപ്പെടുന്നത് അവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, വലിയൊരു സംസ്കാരമായ ഹൈന്ദവ സംസ്കാരമാണ് ട്രോൾ ചെയ്യപ്പെടുന്നത്. മുല്ലപ്പെരിയാർ ഓണത്തിന് മുമ്പ് പൊട്ടിയില്ലെങ്കിൽ തെറി വിളിക്കുന്നത് അവർ മാത്രമല്ല, ഹൈന്ദവ സംസ്കാരത്തെയാണ് തെറി വിളിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ മതി. എന്തു പറയുമ്പോഴും ഞാൻ ചെയ്യുന്നതിൻ്റെ, ഞാൻ ആസാൻ ആസ്ട്രോളജർ, ഞാനൊരു കുറ്റം ചെയ്താൽ, ഞാനൊരാളെ പറ്റിച്ചു എന്ന് തെളിഞ്ഞാൽ ഞാൻ തെറി വിളിപ്പിക്കുന്നത് ഞാൻ എന്ന വ്യക്തിയല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതവിശ്വാസത്തെയും ആത്മീയതയും പാവപ്പെട്ട ഒരുപാട് വിശ്വാസികളെയാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ ക്ലീനാണ്. ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ മെഡിറ്റേഷനെ കുറിച്ചല്ല, ഈ മന്ത്രവാദങ്ങളുടെ പേരിൽ ഒരുപാട് അബ്യൂസുകൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയും. ഒരുപാട് സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ചും വളരെ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പേര്. ഇപ്പൊ നരബലിയൊക്കെ നമ്മൾ കേട്ടതാണ്. നരബലിയുടെ ഒരു ഭാഗമായി പുറത്തു വന്നതാണ് അവര് നഗ്നരായി അല്ലെങ്കിൽ സെക്സ് ചെയ്യേണ്ടി വന്നു ഒരാളുടെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ തരത്തിലൊക്കെ പൂജകളും മന്ത്രങ്ങളും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണത്. അന്ധമായ വിശ്വാസികളാണ്. അവരോട് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. കല്യാണം നടക്കാതെ കുറേ നാളായ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ആളെ താലി കെട്ടി അയാളുമായിട്ട് ഒരു ദിവസം താമസിച്ചിട്ട് പിന്നീട് മാറിക്കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ നോക്കിക്കൊണ്ടിരുന്ന ആൾ തന്നെ പലരുടെയും ജാതകം നോക്കിയിട്ട് പറ്റത്തില്ല എൻ്റെയാണ് ചേരുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്ത സംഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടത്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ ഇപ്പോൾ രണ്ടാമത് ഇറക്കാൻ പോവാം, എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അന്ധമായി ഒരാൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ഈ ജ്യോത്സ്യന്മാരെ ഒരിക്കലും ജ്ഞാനദൃഷ്ടിയുള്ളവരാണെന്ന് കരുതരുത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പഠനമാണ്. ആ പഠനത്തിലെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങളോട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. അല്ലാത്തത് പറയുന്നവരൊക്കെ തട്ടിപ്പാണ്. ആ നിയമം വെച്ച് സംസാരിക്കണം, അല്ലാത്തത് തട്ടിപ്പാണ്. ഈ അന്ധവിശ്വാസികളെ എന്തും ചെയ്യാം. സാമ്പത്തികം ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പുറത്ത് മറ്റതും ചെയ്തുകൂടി. തീർച്ചയായിട്ടും ചെയ്തുകൂടി, പക്ഷെ ചെയ്യാൻ മുതിരുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്നവനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയല്ലേ ഇത്. അത് ഈ വിശ്വാസികൾ തന്നെ ഉണ്ട്, ഇവരും വിശ്വസിച്ചിരിക്കും. നരബലി ശരിയല്ലെന്ന് പറഞ്ഞതിനാണ് ആദ്യം എനിക്കെതിരെ ട്രോൾ വന്നത്. നരബലി ജ്യോതിഷമല്ല എന്ന് പറഞ്ഞു, നരബലി ഹിന്ദു ആചാരമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേൾക്കുന്ന ചിലർ പറയും അവൻ ഹിന്ദുവിനെതിരെ പറഞ്ഞു. കൂടുപാത്രം ചെയ്ത് നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും എനിക്കടക്കം പിണറായി വിജയനോട് ദേഷ്യം തോന്നിയതാണ് ശബരിമല വിഷയത്തിൽ. ഞാൻ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരാളാണ്. കൂടാത്രം ചെയ്ത് അങ്ങനെ തറ ഇറക്കിയാൽ പോയി. മോദിയോട് എത്രയോ വിരോധമുള്ള ആളുകളുണ്ട്, എത്രയോ വിരോധം. പലരും പലതും പറയുന്ന പിന്നെ കൂടാത്രം ചെയ്ത് അങ്ങനെ നിലത്തിറക്കിയാൽ പോയി. പറ്റില്ലല്ലോ, പറ്റിയിട്ടില്ലല്ലോ. പിന്നെ പാവങ്ങളെ മാത്രം എങ്ങനെ കൂടാത്രം ചെയ്ത് നശിപ്പിക്കുന്നത്? അവരെ മാത്രമല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. തെറ്റല്ലേ? ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അവർ വേണ്ടേ? അവർ ജീവിക്കണ്ടേ? അവർ വിശ്വാസികളായി തുടരണ്ടേ? ചോദ്യം ചോദിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ ലോജിക്കില്ലെങ്കിൽ ലോജിക്കില്ല എന്ന് പറയണം. ഞാനത് പറയും. അതിലെനിക്ക് ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര എന്നെ പ്രാപ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും സൈബർ അറ്റാക്കും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങണമല്ലോ. അല്ലെ എല്ലാവരും നമ്മളെ പൊക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങരുതല്ലോ. അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്.